മാർച്ച് 20 വിശുദ്ധ കത്ബർട്ട്. കത്ബർട്ടിനെ ഐറിഷ് വംശജനും മറ്റു ചിലർ സ്കോട്ടിഷ് വംശജനുമാണെന്ന് കരുതുന്നു. പ്രശസ്ത ചരിത്രകാരനായ ബീഡ് പറയുന്നത് അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു എന്നാണ്. ചെറുപ്പത്തിൽ അനാഥനായിരുന്ന അദ്ദേഹം കുറച്ചുകാലം ഒരു ഇടയനായിരുന്നു. മേഴ്സിയന്മാരോട് യുദ്ധം ചെയ്തിരിക്കാം. മെൽറോസ് ആബിയിൽ സന്യാസിയായി. 661 വിശുദ്ധ ഈറ്റയോടൊപ്പം മെൽറോസിൻ്റെ മഠാധിപതി നിർമ്മിച്ച റിപ്പൺ ആബിയിലേക്ക് അദ്ദേഹം പോയി. പക്ഷേ അടുത്ത വർഷം ആൽഫ്രഡ് രാജാവ് ആബി വിശുദ്ധ വിൽഫ്രഡിന് കൈമാറിയപ്പോൾ മെൽറോസിലേക്ക് മടങ്ങി. തുടർന്ന് മെൽറോസിൻ്റെ പ്രയോറായി. കത്ബർട്ട് മിഷണറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. റോമൻ ആരാധനാക്രമങ്ങൾക്ക് അനുകൂലമായി വിറ്റ്ബി കൗൺസിലിൻ്റെ തീരുമാനം അംഗീകരിക്കാൻ വിശുദ്ധ കോൾമാൻ വിസമ്മതിക്കുകയും ലിൻസ്ഫോർണിലെ മിക്ക സന്യാസിമാരും അയർലൻഡിലേക്ക് കുടിയേറുകയും ചെയ്തപ്പോൾ വിശുദ്ധ ഈറ്റയെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ബിഷപ്പായി നിയമിക്കുകയും ലിൻസ്ഫോർണിലെ കത്ബർട്ട് പ്രയോർ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ മിഷണറി പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയും തൻ്റെ മഠാധിപതിയുടെ അനുമതിയോടെ ആദ്യം അടുത്തുള്ള ഒരു ദ്വീപിലും പിന്നീട് 676 ബാംബറോയ്ക്കടുത്തുള്ള ഫാർനസ് ദ്വീപുകളിലൊന്നിലും ഒരു സന്യാസിയായി താമസിക്കാൻ അനുമതി ലഭിക്കുന്നതുവരെ വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി 685 ഹെക്കാസ്മയിലെ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. സീസിനെ മാറ്റാൻ വിശുദ്ധ ഈറ്റയുമായി കരാർ ഒപ്പിട്ടു. ലിഡിസ്ഫോർണിലെ ബിഷപ്പായി. പക്ഷേ ആശ്രമമില്ലാതെ. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന 2 വർഷങ്ങൾ തൻ്റെ സിംഹാസനത്തെ ഭരിക്കുന്നതിനും തൻ്റെ രൂപതയെ നശിപ്പിച്ച പ്ലാഗ് ബാധിച്ച രോഗികളെ പരിചരിക്കുന്നതിനും നിരവധി അത്ഭുത രോഗശാന്തികൾ സൃഷ്ടിക്കുന്നതിനും പ്രവചനം നടത്തുന്നതിനും അദ്ദേഹം ചെലവഴിച്ചു. അദ്ദേഹം ലിൻഡിസ്ഫോർണിൽ വെച്ച് മരിച്ചു.